ഹലോ ഗൈസ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് സാൽമിയിൽ സ്ഥിതി ചെയ്യുന്ന വണ്ടർ വിൻഡർലാൻഡ് ആണ്. സോ നമ്മൾ അവിടത്തേക്ക് പോകാനായിട്ട് ഡയറക്റ്റ് ബസ് അവൈലബിൾ ആണ്. ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ടാക്സിയാണ് ബുക്ക് ചെയ്ത് പോകുന്നത്. വണ്ടർ വിൻഡർലാൻഡ് പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വലുതായിട്ട് നമ്മൾ അമ്യൂസ്മെന്റ് പാർക്ക് അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ഇല്ല. യൂഷ്വലി വിന്റർ സീസണിൽ ഇവിടെ സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ ആ ഒരു ഡ്യൂറേഷനിൽ ഒരു ഓപ്പൺ ചെയ്യുന്ന ഒരു തീം പാർക്കാണ് വിന്റർ വണ്ടർലാൻഡ്. കഴിഞ്ഞ വർഷം നമ്മൾ പോകാൻ നോക്കിയിട്ട് ഹെവി മഴ കാരണം ഫ്ലോപ്പായി പോയായിരുന്നു. സോ ഈ വർഷം നമ്മൾ ഫ്രണ്ട്സായിട്ട് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് നേരത്തെ പ്ലാൻ ചെയ്താണ് ഇങ്ങോട്ട് പോകുന്നത്. സോ ഇവിടത്തേക്ക് ടിക്കറ്റ് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഡയറക്റ്റ് വെബ്സൈറ്റിൽ കയറി അവരുടെ വെബ്സൈറ്റിൽ കയറി നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഒരാൾക്ക് 5 KD ടിക്കറ്റ് ചാർജ്. 3 വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീ ഉണ്ട്. അങ്ങനെ അവസാനം വണ്ടർ വിൻഡർലാൻഡ് എത്തിയിരിക്കുകയാണ്. സോ ഇവിടുന്ന് പുറത്ത് തന്നെ ഒരു അടിപൊളി വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് അവൈലബിൾ ആണ്. സോ പാർക്കിങ്ങിനെ കുറിച്ച് ടെൻഷൻ വേണ്ട. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് എൻ്റെ മെയിൻ എൻട്രി. ഇതിലേക്ക് കൂടിയാണ് നമ്മുടെ എൻട്രൻസിലോട്ട് എത്തുന്നത്. സോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുമ്പോഴത്തേക്ക് നമ്മൾ ടിക്കറ്റ് ചെക്കിംഗ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ബാർകോഡ് ഇതിനകത്ത് സ്കാൻ ചെയ്ത് നമുക്ക് ഉള്ളിലേക്ക് എൻട്രി ആവുമ്പോൾ തന്നെ ഉള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഡയറക്റ്റ് നടന്നു പോകുമ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് നമ്മുടെ ജയൻറ്റ് വീല്. അവിടുന്ന് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡ് ഉള്ള വ്യൂ ആണിത്. സോ കണ്ടപ്പോൾ ഒരു ചെറുതാന്ന് തോന്നിയെങ്കിലും പിന്നെ നടക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ലൊരു വലിയ ഒരു സ്ഥലം തന്നെയാണ്. സോ ലെഫ്റ്റ് സൈഡ് മൊത്തം ഉള്ള ചിൽഡ്രൻസിന്റെ പ്ലേ ഏരിയ, കുറേ ഗെയിംസ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ എളുപ്പമുള്ള ഗെയിംസ് ആണ്. 1 KD 2 KD ചാർജിൽ നമുക്ക് ഗെയിംസ് കളിക്കുക, ഗിഫ്റ്റ് കിട്ടും. അങ്ങനത്തെ പിന്നെ കോഫി ഷോപ്പ്, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഈ തണുപ്പ് സമയമൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു സ്ഥലം ആദ്യം കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അങ്ങോട്ടാണ് പോകുന്നത്. നമ്മുടെ ഡയറക്റ്റ് എൻട്രിയുടെ അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡ് എടുത്ത് സ്ട്രെയിറ്റ് നടന്ന് പോകുമ്പോൾ നമ്മൾ ഈ റൈഡൊക്കെ കാണും. ഈ വാട്ടർ റൈഡൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ദ ഹൗസ് ഓഫ് എവിൽ, അതിൻ്റെ ഗോസ്റ്റ് ഹൗസിൻ്റെ ആ ബിൽഡിംഗ് കാണാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് വാഷ്റൂമുണ്ട്. ഇനി ഇവിടുത്തെ കുറച്ച് റൈഡ്സൊക്കെ നമുക്ക് കാണാം. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് വിന്റർ വണ്ടർലാൻഡ്, കുവൈറ്റിലുള്ള വിന്റർ വണ്ടർലാൻഡിലാണ്. ഓക്കെ ഗൈസ്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. കുട്ടികൾക്കായിട്ടുള്ള കുറേ ഗെയിംസ് ഉണ്ട്. അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് പുള്ളി ശശിയാവുന്ന വീഡിയോ ആണിത്. സോ ഇതുപോലത്തെ കുറേ ഗെയിംസ് ഇവരിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 1 KD 2 KD ചാർജസിൽ ജയിക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കളിപ്പാട്ടങ്ങൾ, പാവകൾ അങ്ങനെ ഗിഫ്റ്റായിട്ട് കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ ടൈം പാസിനായിട്ട് കുറേ ക്ലൗൺസിനെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ടൈം പാസ് ആയിരിക്കും.
അങ്ങനെ എല്ലാ സ്ഥലവും കറങ്ങി കണ്ടു. 1-2 റൈഡെങ്കിലും കയറണമെന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത സ്ഥലമാണ് ലൂപ്പിംഗ് സ്റ്റാർ. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ടിക്കറ്റ് ഓൺലൈൻ ആപ്പ് വഴിയായിരുന്നു, TEC ആപ്പ്. ഇതിലെങ്ങനെ പൈസ ആഡ് ചെയ്യാമെന്ന് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അവിടെ നിന്ന് നമ്മൾ ആഡ് ചെയ്തു, ടിക്കറ്റിന് പേ ചെയ്തിട്ട് നമ്മൾ ലൂപ്പിംഗ് സ്റ്റാർ, അതായത് നമ്മുടെ റോളർ കോസ്റ്റർ, വണ്ടർലയിലെ റോളർ കോസ്റ്റർ പോലത്തെ സെറ്റപ്പ് ആയിരുന്നു. അവിടെ കയറിയപ്പോൾ തന്നെ ഫോണൊക്കെ എടുത്ത് വെക്കാൻ പറഞ്ഞുകൊണ്ട് അവിടുന്ന് കയറിയുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ വേറെ വൈബ്, വേറെ ലെവലിൽ സാധനമായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് പോയത് ബ്രേക്ക് ഡാൻസ്. ഇത് നമ്മൾ സ്ഥിരം വണ്ടർലയിൽ പോയവരൊക്കെ അറിയാം, ഇത് ഇതിൻ്റെ അപ്പുറത്ത് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ കുവൈറ്റിൽ ഇങ്ങനെ ഒരു സംഭവങ്ങളൊന്നും വലുതായിട്ട് ഇല്ലാത്തതുകൊണ്ട് ഇതിൽ കയറുന്ന ഈ 2 റൈഡ് കയറിയപ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു മൈൻഡ് റിലാക്സേഷൻ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നടക്കാൻ തുടങ്ങി. നമ്മുടെ റൈറ്റ് സൈഡ് കാണുന്നില്ലേ, മഞ്ഞ കൂടാരത്തിൻ്റെ അകത്തും അതിൻ്റെ ബാക്ക് സൈഡും ഉള്ളത് മൊത്തം കൊച്ചു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള കുറേ ഗെയിംസും അവരുടേതായ കുറച്ച് കലാപരിപാടികളാണ്. സോ നമുക്ക് അവസാനമായിട്ട് ഒരു റൈഡും കൂടി കയറാമെന്ന് പ്ലാൻ ചെയ്ത് നമ്മൾ എത്തിപ്പെട്ടത് ഹൗസ് ഓഫ് ഫേബിൾ. നമ്മുടെ നാട്ടിൽ പല ടൈപ്പ് ഓഫ് ഗോസ്റ്റ് ഹൗസിൽ കയറിയിട്ടുണ്ടെങ്കിലും ഇത് വേറെ ലെവലായിരുന്നു ഗൈസ്. സോ വേറെ എവിടെ പോയില്ലെങ്കിലും ഇവിടെ പോകുന്നൊരു ഹൗസ് ഓഫ് ഫേബിളിൽ കയറാൻ ഞാൻ സത്യമായിട്ട് റെഫർ ചെയ്യും. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. മുമ്പിൽ പോയവരൊക്കെ അങ്ങ് പേടിച്ച് വിറച്ച്, ഞാൻ പിന്നെ ബാക്കിലായിട്ട് പോലും ഞാൻ പേടിച്ചു പോയി. ആ ഒരു ലെവല് സ്ഥലമായിരുന്നു. ഓക്കെ, റിയലായിട്ട് കുറേ ആൾക്കാർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറേ കറങ്ങി നടന്നിട്ട് പിന്നെ ബോറടിച്ചപ്പോഴത്തേക്ക് ലാസ്റ്റായിട്ട് ഒരു റൈഡും കൂടി കയറാന്ന് പറഞ്ഞ് കയറിയതാണ് നമ്മുടെ ഊഞ്ഞാൽ, ആകാശത്തിലെ ഊഞ്ഞാലിൽ. എൻ്റെ പേര് മറന്നുപോയി, അവളെ പേരറിയാമെന്നായിരുന്നു പറയണേ, എൻ്റെ പേര് സത്യമായിട്ടും മറന്നുപോയി. ഓക്കെ, അതെല്ലാം കൂടി കയറി. വീഡിയോ എടുക്കാനില്ലാത്തതുകൊണ്ട് അടിയിൽ കൂടി ടൈം ലാപ്സ് വെച്ചാണ് എടുത്തിരുന്നത്. അങ്ങനെ ഇവിടം വെച്ച് നമ്മുടെ വ്ളോഗ് അവസാനിക്കുകയാണ്. പിന്നെ നമ്മൾ ഓൺലൈനിൽ പേ ചെയ്യുന്ന 5 KD എൻട്രി ഫീസ് മാത്രമാണ്. പിന്നെ ഓരോ റൈഡിനും നമ്മൾ പേ ചെയ്യണം. 2 KD മുതൽ 4 KD 5 KD വരെയുള്ള ഓരോ റൈഡുകൾ ഇവിടെ ഉണ്ട്. പിന്നെ കുവൈറ്റിലുള്ള ഒരു പ്രാവശ്യമെങ്കിലും പോയി കാണുക. താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടാറ്റാ, ബൈ ബൈ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.